ഈ കേക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കേക്കാണ്. അവരെന്നോട് ആവശ്യപ്പെട്ടിരുന്നത് ക്യാരറ്റ് കേക്ക് ആയിരിക്കണം, ഉള്ളിലെ സ്പഞ്ച് എന്നായിരുന്നു. നമ്മൾ സാധാരണ നോർമലി ചോക്ലേറ്റ് സ്പഞ്ചും വനില സ്പഞ്ചും ഒക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിലും ക്യാരറ്റ് കേക്ക് വെച്ചിട്ടുള്ള കേക്കുകൾ വരുന്നത് വെള്ളമായിട്ടായിരിക്കും ഓർഡർ വരുന്നത്. കാരണം വെച്ചാൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരറ്റ് കേക്ക് ഡേറ്റ്സും ക്യാരറ്റ്സും നട്ട്സും എല്ലാം ചേർത്ത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം കേക്ക് നമ്മൾ ഒന്ന് സൈസ് വൈസ് നമ്മൾ ഈ നട്ട്സിൻ്റെയൊക്കെ തൂക്കം ഉള്ളത് കൊണ്ട് തന്നെ സൈസ് വൈസും ചെറിയ കേക്കുകൾ തന്നെ നല്ല തൂക്കം കാണും. അത് മാത്രവുമല്ല, നമ്മളിങ്ങനത്തെ ക്രീം വെച്ച് സെറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് നട്ട്സും ഡേറ്റ്സും ഉള്ളതൊക്കെ അതിനേക്കാൾ എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലാത്ത സ്പഞ്ചുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ട്സ് ഒഴിവാക്കിയിട്ട് ഡേറ്റ്സും ക്യാരറ്റും ചേർത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് ഞാൻ അതിനകത്ത് യൂസ് ചെയ്തത്. പിന്നെ ഓൾറെഡി അവർ എനിക്ക് റെഫറൻസ് പിക്ചർ തന്നിരുന്നു. ഈ ഡിസൈൻ ഞാൻ ചെയ്തിട്ടുള്ള ഡിസൈനല്ല. അപ്പം നമ്മളെപ്പോഴും റെഫറൻസ് പിക്ചർ തരുന്ന സമയത്ത് മിക്ക കസ്റ്റമറോടും പറയാറുണ്ട് നമ്മൾ എക്സാക്ട് കോപ്പി ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കത്തില്ല ചെയ്യുന്ന, സ്ലൈറ്റ് ഡിഫറൻസ് വരുമെന്ന്. അവർ തന്നിരിക്കുന്ന ഡിസൈൻ ബട്ടർ ക്രീമിൽ സെറ്റ് ചെയ്തിരുന്നൊരു കേക്കായിരുന്നു. പിക്ചർ തന്നിരുന്നതിനകത്ത് ബട്ടർ ക്രീം വെച്ച് സെറ്റ് ചെയ്തൊരു കേക്കിൻ്റെ പിക്ചറായിരുന്നു തന്നിരുന്നത്. അപ്പം ഇത് വിപ്ഡ് ക്രീം വെച്ചിട്ട് ചെയ്ത കേക്കാണ്. കേക്ക് അവർക്ക് ഇഷ്ടമായി. കേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം കേക്ക് നന്നായി എന്ന് ആളുകൾ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ജെനുവിനായിട്ട് പറയുന്ന നമുക്കറിയാമല്ലോ. നമ്മൾ ചില ഫീഡ്ബാക്സും ഭയങ്കര സന്തോഷമാണ് നമുക്ക്. പിന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായ ഡിസൈനുകൾ ചെയ്യാൻ ആളുകൾ തരുന്നത് നമുക്ക് സന്തോഷമാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ ആളുകൾ തരുന്നതും ഭയങ്കര സന്തോഷമാണ്. അപ്പം നിങ്ങൾക്കും ഈ ഡിസൈൻ കേക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു കേക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്